ഞാൻ പഠിപ്പിക്കുന്നു. എന്തൊരു ആശ്വാസം. ഞാൻ MBA പഠിക്കുമ്പോൾ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്ന് ഞാൻ 12 മണി വരെ പഠിക്കുകയാണെങ്കിൽ 9 മണി വരെ സുവിശേഷ വേലയൊക്കെ ആയിരിക്കും. 12 മണി വരെ പഠിക്കും. ഈ പഠിക്കുമ്പോൾ ഈ കർത്താവ് വ്യത അനുഭവിച്ചപ്പം ആരും അടുത്തില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് സന്തോഷമാണ്. ആരും അടുത്തിരിക്കുന്നു, അമ്മ ഇരിക്കും. ഇപ്പോഴും ക്യാമ്പൊക്കെ വരുമ്പോൾ ഒത്തിരി ജോലിയുള്ള ആരെങ്കിലും അടുത്തിരിക്കുന്നത് നമ്മൾ എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരിക്കലും ആശ്വാസം. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യഥാർത്ഥ വിദ്യാഭ്യാസം ദൈവത്തെ പ്രാപിക്കുന്ന നോളജാണ്. അടുത്ത വാക്യം നമുക്കറിയാം, അതിഭയങ്കരമായ സ്റ്റുഡൻ്റ് ആയിരിക്കണം എന്നെ സ്വാധീനിച്ച വാക്യമാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. 2 തിമോത്തിയോസ് 3:16-17. 2 തിമോത്തിയോസ് 3:16-17. All scripture is God-breathed and is useful for teaching, rebuking, correcting and training. ആരൊക്കെ ചെയ്യും? ലോകത്താരും ചെയ്യും നമുക്ക് വേണ്ടി. നമ്മൾ നശിച്ചാൽ ആർക്കാണ് ബോധരക്ഷൻ? Nobody has got ബോധം. അപൂർവം ഐസിക്കാരോ അല്ലെ അപൂർവം ദൈവദാസന്മാരോ ഒന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നു. പക്ഷേ വചനം എന്ത് ചെയ്യുന്നു? റിബ്യൂക്ക് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു, ട്രെയിൻ ചെയ്യുന്നു in needy righteousness. Father, we praise you, Jesus. The man of God may be thoroughly equipped for every good work. Hallelujah. Equipped. ക്യാമ്പ് നടത്തുന്നല്ലോ. സ്വതന്ത്രം പ്രൈസോ. Equipped for good work. എനിക്ക് ആഗ്രഹമുണ്ട് ഗുഡ് വർക്ക് ചെയ്യണം. ഞാൻ ചിലപ്പോൾ രാവിലെ പ്രാർത്ഥിക്കാം, ഇന്ന് എനിക്ക് ഒരാൾക്കും കൂടി നന്മ ചെയ്യാൻ സഹായിക്കണം, സുശീല പറയാൻ കഴിയണം, അത് വേറെ വിഷയം. അതുപോലെ തന്നെ കർത്താവേ ചിലരെ നമ്മൾ സ്നേഹത്തോട് തൊടുവാൻ ഒന്ന് പുഞ്ചിരിച്ചാൽ അതിനകത്തൊരു പ്രകാശം ഉണ്ടായിട്ടില്ല. അത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. വാൾനട്ടില് വാൾനട്ടാണോ? വാൾനട്ടിലുമില്ല, വാൾനാട്ടിലുമില്ല. ഇതൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് തരണ്ടേ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമാണ് ശുശ്രൂഷ എന്ന് വിചാരിക്കുന്നത്. സന്തോഷ് കഴിഞ്ഞ ദിവസം സാക്ഷി പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നീതിയായിട്ടുള്ള ആളെ ഒന്ന് സഹായിക്കുന്നത് എന്തൊരു വലിയ ശുശ്രൂഷയാണ്. അതിന് പ്രതിഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല. ചെറിയൊരു കാര്യത്തിൽ പോലും പ്രതിഫലമുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറയുമ്പോൾ കൊല്ലത്തോട് നടക്കുമ്പോൾ വെരി കോൺഷ്യസ്. ലോർഡ്, ഇൻ ദിസ് സെഞ്ചുറി, ദിസ് ഡേറ്റ് ഐ എം വാക്കിംഗ് ഇൻ കൊയിലോ വിത്ത് ദ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ്. പ്രസംഗത്തിന്റെ ആവശ്യം ചില സമയത്ത് ആവശ്യം ഇല്ലേ ഇല്ല. യേശുവിന്റെ നാമത്തിൽ നടന്നാൽ മതി. താഴ്മയോട്, വിനയത്തോട്, വിശുദ്ധിയോട്, നിർമ്മലതയോട്. പ്രത്യേകിച്ച് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ നിഴൽ പോലും അവർക്ക് ഒരു പ്രശ്നമായി തീരാതാണ് വിശുദ്ധിയോട് ജീവിക്കും. പത്രോസ് നമുക്ക് അസൂയ തോന്നും, നിഴലേക്കുമ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചത്. എന്താ കാര്യം? അശുദ്ധിയുടെ നിഴലുകൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തില്ല. അത് വേറെ പല കാരണങ്ങളുണ്ട്, പക്ഷെ അതൊരു കാരണം. വിശുദ്ധി ഇല്ലാതെ നമുക്ക് വിശുദ്ധി ഇല്ലായിരുന്നെങ്കിൽ ഈ പുസ്തകം നമ്മൾ മാറ്റുന്നതായിരിക്കും. ചിലരേക്കും രണ്ടും പറയും. എൻ്റെ മൂത്ത വളപ്പോഴും പപ്പ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് രണ്ടും വേണം, ശുശ്രൂഷയും വേണം, എല്ലാ പിള്ളേരും വേണം. അവിടെ ഇച്ചിരി കട്ടി, അവിടെ മക്കളിൽ അവിടെ ഇച്ചിരി കൺസർവേറ്റീവ് ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു ദിവസം പിള്ളേരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല. പക്ഷെ അവൾ പറയുന്നതിനെ കുറിച്ച് വരുമാനമുണ്ട്. പാട്ട് പാടി കഴിഞ്ഞു പ്രിൻസിനെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ പാട്ട് പാടി കഴിഞ്ഞിട്ട് സാധാരണ കുരുത്തങ്ങളും ചെയ്തു കഴിയും. പ്രസംഗം ചെയ്ത് കഴിഞ്ഞിട്ട് കുരുത്തങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് നമ്മൾ വാർത്തകളൊക്കെ കേൾക്കും. നമുക്കത് വരരുത്. ഐസിക്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഐസിക്കിൽ 100 സ്റ്റാഫുണ്ട്. ഒരാൾ തെറ്റിയാൽ എന്റെ തലയിൽ പോകുന്ന പരിപാടി നമ്മൾ ഉറങ്ങുന്നു. ഒരു ദൈവം ചെയ്തത് ആര് തെറ്റ് ചെയ്താലും നമ്മളെല്ലാം പറഞ്ഞു. അവർക്ക് നോളം സംഭവം സംഭവം ആ ദിവസം എന്ത് അസ്വസ്ഥമായിരുന്നു.